ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും കമലേനെയാണ്. അപ്പോൾ ശേഖരൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ ശേഖരൻ ഫോണും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് താക്കോല് താഴെ ചടുകയാണ്. അപ്പോൾ ഇത് കമല കണ്ടു. അപ്പോൾ കമല എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഈ താക്കോലെടുത്തുകൊണ്ട് ഗൗരിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അതിങ്ങനെ തുറക്കാനായിട്ട് താക്കോലിട്ടു കേട്ടോ. അപ്പോഴാണ് ശേഖരൻ്റെ വിളി, കമലേ ഇങ്ങോട്ടേക്ക് വന്നേടി എന്ന്. അപ്പം കമല ആ താക്കോൽ അവിടെ വെച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടായിട്ടോ. ഈ സമയത്താണ് നമ്മുടെ അജിത്തും ജോജുവും കൂടി അകത്തേക്ക് കയറി വരുന്നത്. ഡാ എന്താടാ ഇത്, വാതിൽ താക്കോൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോടാ എന്ന് ചോദിച്ചു. ഇത് കൊള്ളാലോ, ഇതാരായിരിക്കും? അജിത്തെ, ഇത് കരുതി കൂട്ടി വെച്ചതാ, അതോ നമുക്ക് മറന്നു വെച്ചതായിരിക്കുമോ? എന്താണെങ്കിലും ഏട്ടത്തി അമ്മ റൂമിലുണ്ട്, നീങ്ങി വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരൂടെ നേരെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുകയാണ്. എന്നിട്ട് റൂമിൻ്റെ വാതിൽ തുറന്നു കേട്ടോ. അപ്പോഴത്തേനും ഗൗരിക്ക് ആശ്വാസമായി. ഗൗരി ഓടി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ അല്ല, നിങ്ങളെങ്ങനെയാണ് അകത്ത് വന്നത്? നിങ്ങളെ ആരെങ്കിലും കണ്ടോ? ഞങ്ങൾക്ക് റൂമിനകത്ത് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചല്ല കേട്ടോ. എന്തായാലും അങ്ങനെയാണെങ്കിലും ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, റൂമിൻ്റെ താക്കോൽ ആരോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ? ആരാ? അതൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ഇരുട്ടായതുകൊണ്ട് കാണാനും പറ്റിയില്ല. എന്താ ചെയ്യുക ഇപ്പം എന്ന് ചോദിച്ചു. എടാ ജോജു, നമുക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഇവിടുന്ന് നമുക്ക് സ്കൂട്ടാവണം. ഏട്ടത്തിയമ്മ വാ, നമുക്കിവിടുന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ എന്നാ ചോദിച്ചാൽ അജിത്ത് ഡോർ അടച്ചു. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് താക്കോൽ എറിയാൻ തുടങ്ങുകയാണ്. അജിത്തെ, എന്താണെങ്കിലും താക്കോൽ വലിച്ചെറിയണ്ട. തൽക്കാലം അത് ഇവിടെ ഈ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഇവർ 3 പേരുടെ ഗൗരിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. പോകുന്ന വഴിക്ക് ഗൗരിയുടെ കൈ തട്ടിയിട്ട് ഒരു ചെടിച്ചട്ടി താഴോട്ട് വീണ് പൊട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ശേഖരൻ വേഗം ചാടി എഴുന്നേറ്റു. എന്തോ താഴെ വീണ് പൊട്ടുന്ന ഒച്ചയാണല്ലോ കേട്ടത്, എന്താ പോലും. അപ്പോൾ ശേഖരൻ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ കമല പേടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഈശ്വര, ഇനി ആ റൂമിൻ്റെ വാതിലേൽ ആ താക്കോല് കണ്ടാൽ ആകെ പ്രശ്നമാവുമല്ലോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ കമല ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരിയും കൂട്ടി അജിത്തും ജോജുവും കൂടി വേണ്ട മതിൽ ചാടാനായിട്ട് വന്നു. അവിടെ ഇരുന്ന ഒരു ഏണി എടുത്തിട്ട് നമ്മുടെ ഗൗരിയെയും അതുപോലെ തന്നെ ഇവർ 2 പേരുടെ അതിലൂടെ തന്നെ കടന്ന് അപ്പുറത്തേക്ക് ചാടുകയാണ് കേട്ടോ. എന്നിട്ട് ഏണി ചാരിയത് ഏണി അങ്ങോട്ടേക്ക് മറിച്ചിടുകയും ചെയ്തു. എന്നിട്ടാണ് ഇവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഗൗരിയും കൂട്ടിക്കൊണ്ട് സ്കൂട്ടാകുകയാണ്. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം, ഇവിടെ നിന്നാൽ അപകടമാണ്. അപ്പോൾ ഇവർ വേഗം തന്നെ അവിടുന്ന് ഗൗരിയുമായിട്ട് പോവാണ്. ശേഖരൻ വേഗം റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നോക്കുകയാണ്. ഒച്ച കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇല്ല, അതിനുള്ള വാഷമൊന്നും അവക്കില്ല, അവൾ അതിനകത്ത് തന്നെ കാണും എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് ശേഖരൻ ഒന്നുകൂടെ സംശയം. എന്നിട്ട് ഡോറെ പിടിച്ചിങ്ങനെ നോക്കുകയാണ്, ഡോർ തുറന്നിട്ടുണ്ടോയെന്നാ. അപ്പോൾ ഇതിനകത്ത് കരച്ചിലും വിളിയും ഒന്നും കേൾക്കാനില്ലല്ലോ, ഇനി ചത്തോ ഈ സാധനം എന്നൊരു സംശയം. അപ്പോൾ ഡോർ ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ ഡോർ ലോക്കാണ്. ഇല്ല. അപ്പം കമലയ്ക്കൊരു സംശയം. കമല പുറകെ തന്നെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താക്കോൽ അവിടെ മറന്നു വെച്ചതായിരുന്നല്ലോ, ഇപ്പം താക്കോൽ കാണുന്നില്ലല്ലോ. പിന്നെ താക്കോൽ എങ്ങോട്ടേക്ക് പോയി? കമലയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഇവിടുന്ന് മുങ്ങുകയാണ്. പിന്നെ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ചാരങ്ങാട്ട് വീട്ടിലാണ് കേട്ടോ. അപ്പം മഹാദേവനും രാധയും ഇങ്ങനെ നിൽക്കുകയാണ്. മഹാദേവൻ ഭയങ്കര ഹാപ്പിയാണ്. രാധേ, നിൻ്റെ മരുമോൾ എന്തു പറയണോ? എന്തൊരു ബഹളമായിരുന്നോ. ഇപ്പം അനക്കമൊന്നുമില്ല, കരഞ്ഞ് തളർന്ന് കാണും. അനക്കമൊന്നുമില്ലെന്നോ? പോയൊന്ന് നോക്കടി, അവളുടെ സ്ഥിതി എന്തിട്ടാന്ന് നിനക്കറിയണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴാ ശേഖരൻ അങ്ങോട്ട് വരുന്നത്. എൻ്റെ പൊന്നച്ചാ, ഇനിയും അവളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ തലേന്ന് ആ സാധനത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിച്ചു വിടണം. എടാ മോനെ ശേഖര, നീ ഒന്ന് സമാധാനപ്പെടറാ. നിനക്ക് നിൻ്റെ അമ്മയെപ്പോലെ തന്നെ ബുദ്ധിയില്ലാണ്ടായോ എന്ന് ചോദിച്ചു. അവൾ എന്തുട്ടെങ്കിലും എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താലേ തൂങ്ങൂട്ടോ നമ്മൾ. അല്ലാതെ നീ അവിടെ ചെന്ന് അവൾക്ക് ചായയോ കഴിക്കാൻ എന്തിട്ടാണെങ്കിലും അതൊക്കെ കൊണ്ട് കൊടുക്ക്. നീ വേഗം ചെല്ലിരാതെ എന്ന് പറഞ്ഞു. നിക്ക് എന്ന് പറഞ്ഞു. ഇനി എന്താ? എടി വാഷൗട്ടേ, മുറിയുടെ താക്കോല് നിൻ്റെ കയ്യിലല്ലാണ്ട് നീ എങ്ങനെയാ പോയി മുറി തുറക്കണത് എന്ന് ചോദിച്ചു. അയ്യോ, അത് ശരിയാണല്ലോ. എടാ ശേഖര, നീ ആ റൂമിൻ്റെ താക്കോലം കൊടുത്തേ. അതിന് ചാവി എൻ്റെ കയ്യിലായിരുന്നോ? നീ എന്താടാ ശേഖര ഈ പറയണത്? മുറി പൂട്ടിയത് നീ തന്നെയല്ലേ? ചാവി നിൻ്റെ കയ്യിലല്ലാണ്ട പിന്നെ ആരുടെ കയ്യിലാടാ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അയ്യോ
അച്ഛ അത് പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ജോലിക്കാരി വരുന്നത്. കൊച്ചമ്മേ, ഇതല്ലേ ആ ചാവി എന്ന് ചോദിച്ചു. അവിടുന്ന് കിട്ടിയതാ എന്ന് പറഞ്ഞു. ശേഖര, നിന്റെ കയ്യിലിരുന്ന താക്കോൽ എങ്ങനെയാണ് ഇവിടെ വന്നത്? നീയേ തൽക്കാലം വലിയ അന്വേഷണമൊന്നും നടത്തി കുളവാക്കണ്ട. ആദ്യം ചെന്ന് മുറി തുറന്ന് നോക്ക്. അല്ലാതെ വെള്ളമടിച്ച് ബോധമില്ലാണ്ട് താക്കോൽ എവിടെയെങ്കിലും കളഞ്ഞായിരിക്കും. അല്ലാണ്ട് എന്താ? നീ ഇത് പിടിച്ചേ, പോയേ രാധേ എന്ന് പറഞ്ഞ് രാധയുടെ കൈ താക്കോൽ കൊടുത്തു പറഞ്ഞു വിട്ടു. അച്ഛാ, എനിക്കങ്ങ് ഓർമ്മ കിട്ടണില്ലല്ലോ. നീ അങ്ങ് മിണ്ടാതിരുന്നോ ശേഖര. ബോധമില്ലാത്തതിൻ്റെ ഒരു കുടി, എന്തൊട്ട് കുടിയാടാ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ കമലയ്ക്ക് ഒരാശ്വാസം ഇതെല്ലാം കണ്ടിട്ട്. താക്കോല് കിട്ടിയില്ലോ, ഇല്ലെങ്കിൽ കമലയുടെ കാര്യം കട്ടപ്പോകയായേനെ. അപ്പോൾ കമല ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ രാധ ചെന്നു റൂമിൽ ചെന്ന് നോക്കുകയാണ്. അപ്പോൾ റൂമിൽ ഗൗരി കാണുന്നില്ല. അപ്പോൾ നേരെ വാഷ്റൂമിൽ ചെന്ന് നോക്കി. ഇവളിതെവിടെ പോയി? എൻ്റെ ഈശ്വര, ശേഖര എന്ന് വിളിച്ച് രാധ ഓടി വരികയാണ്. എന്തൊട്ടാ രാധ നിനക്ക്? നീ എന്തൊട്ടിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? അവളെവിടെയടി എന്ന് ചോദിച്ചു. പറ, എന്താ നിൻ്റെ പ്രശ്നം? നിന്നോടല്ലേ ചോദിക്കുന്നത്. ഗൗരി എവിടെയെന്നാ? ഗൗരിയെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി എല്ലാവരും. എന്താ നീ പറഞ്ഞത്? കാണാനില്ലെന്നോ? എന്തൊട്ട് വർത്തമാനം വരാതെ നീ പറയണത്? അവൾ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. രക്ഷപ്പെടുകയെ? എങ്ങനെ അടി? മുറി പൂട്ടി താക്കോലെടുത്തതായിരുന്നില്ലേ? അതെ, മുറി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ മുറി തുറന്ന് ഞാൻ അകത്ത് കയറിയപ്പോൾ അവിടെ അവളില്ല എന്ന് പറഞ്ഞു. ഓ, സകല പരിപാടിയും തവിട് പൊടിയായല്ലോ എൻ്റെ ഈശ്വര. അവളുണ്ടല്ലോ, അവൾ ഇനി പുറത്തു പോയി ആരോടെങ്കിലും ഇതേപ്പറ്റി സംസാരിക്കുകയോ മറ്റോ ചെയ്താലുണ്ടല്ലോ, അതോടെ തീർന്നു. പിന്നെ ഈ ചാരങ്ങാട്ട് മഹാദേവനും കുടുംബവും തീർന്നു എന്ന് കൂട്ടിവെച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒന്നും എൻ്റെ കയ്യിൽ നിൽക്കില്ല കേട്ടോ. അത് നീ മനസ്സിലാക്കിക്കോ. എടാ ശേഖര, നീ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുക? നീ എന്താ ഈ മിഴിച്ചു നോക്കി നിൽക്കണമെന്ന്? എന്തൊട്ട് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളെ ഉടൻ തന്നെ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനേ ഒരു കാര്യം പറയാട്ടോ, അവളെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെയുള്ള എല്ലാത്തിനെയും കൂടെ തീർത്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അച്ഛാ, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം, അങ്ങനല്ലേ അച്ഛാ? അവൾ എവിടെ വരെ പോവാനാന്ന് നമുക്ക് നോക്കാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. എടാ മസിൽ മോനെ ശേഖര, നിന്നോടൊരു കാര്യം പറയട്ടെ. നിൻ്റെ ഈച്ച ഡയലോഗ് കാച്ചാണ്ട് ഒന്ന് നമ്മുടെ ആൾക്കാരെയും കൂട്ടി ഒന്ന് പോയി നോക്കടാ. നിന്നോട് പറഞ്ഞ് കേട്ടില്ലേ? എന്ത് റിസ്ക് എടുത്തിട്ടാണേലും വേണ്ടില്ല, അവളെ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വേഗം ആട്ടടാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ശേഖരൻ അങ്ങോട്ടേക്ക് പോവാണ്. മഹാദേവൻ ആകെ വെറിലി പിടിച്ച പോലെ നടക്കുക. മുറി പുറത്തുനിന്ന് പൂട്ടിയതാണല്ലോ, പിന്നെ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? അപ്പം രാധ എങ്ങനെ നിൽക്കുകയാണ്. പിന്നെന്താ, അവൾ ആവിയായി പോയെന്നാണോ നീ പറയണത്? അവളെ നന്നായി ശ്രദ്ധിച്ചോണമെന്ന് നിന്നോടും നിൻ്റെ മോനോടും ഞാൻ പറഞ്ഞില്ലേടി? അതെ, അവളെ കിട്ടിയില്ലെങ്കിൽ നീ ഓർത്തോട്ടോ, നിന്നെ ഞാൻ ശരിപ്പെടുത്തോ പറഞ്ഞേക്കാം. എൻ്റെ കയ്യെന്ന ശരിക്കും നീ ആയിരിക്കും മേടിക്കാൻ പോണത്, നോക്കിക്കോ എന്ന് പറഞ്ഞ് മഹാദേവനും പോയി കേട്ടോ. അപ്പോൾ രാധാമണി തങ്കച്ചി ആദ്യം വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് അജിത്തിനെയും ജോജുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഇവർ 3 പേരുടെ നമ്മുടെ ശങ്കറിനെ അന്വേഷിച്ച് പോവാ. ഏട്ടത്തിയമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അറ്റ് എനി കോസ്റ്റ് നമ്മളെ ശങ്കർബായിയെ കണ്ടെത്തിയിരിക്കും. അങ്ങനെ ഏട്ടത്തിയമ്മയെ വിട്ടു പോവാൻ ശങ്കർബായിക്ക് കഴിയുമെന്ന് ഏട്ടത്തിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അജിത്തെ, നിങ്ങൾ സ്ഥിരമായി പോകാറുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു. അത് നമ്മുടെ തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ശങ്കറെ സ്ഥിരമായിട്ട് ചെന്നിരിക്കാറുള്ള ശങ്കറിൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളുണ്ടാവില്ലേ, അത് എവിടേക്കാ എന്ന് ചോദിച്ചു. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ശങ്കർ ഉണ്ടെങ്കിലോ? അതിപ്പോൾ നമ്മുടെ റൗണ്ടിലുണ്ടാവേണ്ടതാണ്. മെയിനായിട്ട് ശങ്കർബായി വടക്കുനാഥൻ്റെ തെക്കേ നടയുടെ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ചീട്ട് കളിക്കുന്ന ചേട്ടന്മാരുമായിട്ട് ചിലപ്പം മരച്ചോട്ടി വല്ലതും ഉണ്ടാവും. ഇനി വടക്കോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ, പകൽ ടൈമിലാണെങ്കിൽ ആനക്കോട്ടയിലുണ്ടാവും. ജസ്റ്റ് 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ പഴയ പോലെ ആനകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ചാൻസ് ഇല്ല കേട്ടോ ഏട്ടത്തിയമ്മേ എന്ന് പറഞ്ഞു. വൈകിട്ടാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വല്ല പരിപാടിയും കണ്ടുകൊണ്ടിരുന്നേനെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ നേരം സ്റ്റേ ചെയ്യാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്താ ചെയ്യുക? എവിടെയാണെന്നൊരു തൃപ്പയാർ അമ്പലത്തിൽ ചിലപ്പോൾ കാണുമോ?
ചിലപ്പോൾ കൂടിയാട്ടോ കൂട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൊള്ളൻ എരിങ്ങാലക്കുടി ഉണ്ടാവും. പിന്നെ തെക്കോട്ട് വിട്ടാൽ ഉറപ്പിച്ചോ കൊടുങ്ങല്ലൂർ, അത് ഉറപ്പാ എന്ന് പറഞ്ഞു. കൊടുങ്ങല്ലൂർ അമ്പലത്തിലല്ലട്ടോ, തിരുവഞ്ചിക്കുളം മഹാദേവക്ഷേത്രത്തിൽ. ഒട്ടുക്കത്തെ ആംബിയൻസാ, എന്ത് ഗംഭീരാന്നറിയോ. അല്ല ശങ്കർ എവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്ന ഏതാ സ്ഥലം എന്ന് ചോദിച്ചോ. ഒരുപോലെ തോന്നുന്ന സ്ഥലം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കുകയാണ്. നമുക്ക് അതേതാണെങ്കിലും അവിടെ പോയി നോക്കാം. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശിവൻ്റെ ടെമ്പിള് ചുള്ളൻ കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഇല്ലെങ്കിൽ തൃശ്ശൂർ വിട്ടു എന്ന് കൂട്ടിക്കോ. എറണാകുളം, ഫോർട്ട് കൊച്ചി അങ്ങനെ എവിടെയെങ്കിലും. ഇല്ല രാജ്യത്തെ കല്യാണം കഴിഞ്ഞ പിന്നെ അവിടുത്തെ ടീംസുമായിട്ടൊന്നും എന്താണെങ്കിലും ശങ്കർ ബാക്കി കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കാം. ശങ്കർ അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോവാം, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മളെ കാണാണ്ടിരിക്കാൻ നമ്മുടെ ശങ്കർ ബാക്കി പറ്റുമെടത്തി. അപ്പോൾ ഇവരിങ്ങനെ ഓരോടത്ത് മാറി മാറി ഇങ്ങനെ ശങ്കറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങും കണ്ടെത്തിയില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ അന്വേഷണം ഇങ്ങനെ തുടർന്നിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. മഹാദേവനും ശേഖരനും പിള്ളച്ചേട്ടനും ഒരു 2 ഗുണ്ടകളെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ അവിടെ ഗൗരി എത്തിയിട്ടുണ്ടോ എന്നറിയാനായിട്ടാണ് ട്യൂട്ടറിൽ അങ്ങോട്ടേക്ക് വച്ച് പിടിപ്പിച്ചത്. എടാ ശേഖര, നിന്നോടൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴേ പറയുക. അവിടെ കയറി ബഹളത്തിലൊന്നും നിൽക്കണ്ട. നല്ല ശാന്തമായിട്ട് സൈലൻ്റായിട്ട് പെരുമാറണം. ഇതേ കാര്യങ്ങൾ ചുളുവി മനസ്സിലാക്കണം. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അല്ലാണ്ട് ആകെ ബഹളാക്കി അലുക്കുലത്തൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ? അച്ഛാ, ആ പ്രൊഫസറെ പിടിച്ചൊന്ന് നല്ലോണം കുടഞ്ഞാലേ അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചതെന്ന് അയാൾ തത്ത പറയുന്നത് പോലെ പറയും. ഇതേ ഞാൻ പറയിക്കാന്നേ ബെസ്റ്റ്. അല്ലാണ്ട് അച്ഛൻ പറയണത് പോലെ ഇവന്മാരോടൊന്നും ശാന്തമായിട്ടും സമാധാനമായിട്ടും പെരുമാറിയിട്ട് ഒരു കാര്യമില്ല. ഓ ഇത് കേട്ടോ, ഈ ശേഖരൻ കുഞ്ഞ് എന്താ ഈ പറയണത്? എൻ്റെ പൊന്നു കുഞ്ഞെ, അബദ്ധം കാണിക്കല്ലേ. തഞ്ചത്തിൽ കാര്യങ്ങൾ നീക്കണം. ഇത് തഞ്ചം, ഇത് വേറെ പണിയൊന്നുമില്ല ഈ പിള്ളച്ചേട്ടന്. പിന്നെ തഞ്ചത്തിൽ കൊഞ്ചാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്രൊഫസർക്ക് നല്ല ഇട്ടി കൊടുത്താലേ പ്രൊഫസർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗൗരി താനേ പുറത്തു വരുള്ളൂ. അച്ഛനെ കാണണോ? ഓ വാഷ് ഔട്ട് ശേഖര, മസിലുള്ളവർക്ക് ബുദ്ധി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാട്ടോ. നിനക്ക് മസിൽ മാത്രമേ ഉള്ളൂ, മൂളയില്ല, മൂള ഒട്ടുമില്ല. ഓ പിള്ള പറയണതാ കറക്റ്റ്. നീ മിണ്ടാണ്ട് ഒരക്ഷരം മിണ്ടാണ്ട് എൻ്റെ പിന്നാലെ വന്നാൽ മതി. എന്തുട്ടാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഗൗരിയെ ഈ വീട്ടിലുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവും കേട്ടോ. അത് മതി. നമ്മളെ ഗൗരിയെക്കുറിച്ച് പ്രൊഫസറോട് ഒന്നും തന്നെ അങ്ങ് ചോദിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് ഡൗട്ട് അടിക്കാം. അച്ഛൻ എന്തുട്ടൊക്കെ ഈ പറയണത്? ചോദിക്കാണ്ട് പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? മോനെ ശേഖര, നമ്മളുണ്ടല്ലോ, നമ്മൾ ഗൗരിയെ അന്വേഷിച്ച് വന്നതേ അല്ല. നമ്മൾ 3 പേരൊക്കെ മതിയല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് പിള്ള. ഇവരെന്നാ മാറി നിൽക്കട്ടെ അല്ലേ അദ്ദേഹം? അത് തന്നെ കേട്ടോ, പിള്ളയ്ക്ക് കാര്യങ്ങളൊക്കെ കത്തിയിട്ടോ. അതാണ് അച്ഛൻ എന്തൊക്കെ ചെയ്യാൻ പോണത്, എനിക്കൊരു പിടിയും കിട്ടണില്ല. എടോ പിള്ളേ, നമ്മുടെ ആ ടി വിയിലൊരു മൃഗങ്ങളുടെ ചാനൽ കണ്ടിട്ടില്ലേടാ? അതെന്താ പിള്ളേ അതിൻ്റെ പേര്? ഓ നാഷണൽ ജോഗ്രഫി. ഓ അത് തന്നെ സാധനം. എടാ അതിൽ മൃഗങ്ങളെ ഇര പിടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോടാ? ഇര എത്ര ദൂരത്താണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും മണം പിടിച്ച് വേട്ട മൃഗം നേരെ തൻ്റെ ഇരേനെ കണ്ടെത്തും. അത് തന്നെ, അതാണ് വേട്ട ചെയ്യുന്ന ആ വേട്ട മൃഗത്തിൻ്റെ നിയമം. നമ്മളും അത് തന്നെ ചെയ്യാൻ പോണത്. നീ വാ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളയും അതുപോലെ തന്നെ മഹാദേവനും ശേഖരനോട് അകത്തേക്ക് പോവണം. അപ്പോൾ കൂടെ വന്ന 2 പേരോട് നിങ്ങളങ്ങ് മാറിയെന്നോ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ അവർ അപ്പുറത്തേക്ക് അങ്ങ് മാറിയെന്നു. അപ്പോൾ ഇവരകത്തേക്ക് ചെന്നു, കോളിംഗ് ബെൽ അടിച്ചു. നന്ദിനിയമ്മ വാതിൽ തുറന്നു. നമസ്കാരം കേട്ടോ. ആഹാ, എന്തിയേ പ്രൊഫസർ ഇവിടെ ഇല്ലേ? ഉണ്ട്, ശ്യാമേട്ടൻ അകത്തുണ്ട്, കയറി വരൂ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടിരുത്തി. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. എവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രൊഫസർ അങ്ങോട്ടേക്ക് വരുന്നത്.
അപ്പോൾ പ്രൊഫസറിനാണെങ്കിൽ ദേഷ്യമാണ് കേട്ടോ ഈ മഹാദേവനെ കാണുമ്പോൾ തന്നെ. മുഖം തെളിഞ്ഞിട്ടില്ല. ആ പ്രൊഫസറെ എവിടെയാണ്? കാണാനൊന്നുമില്ലല്ലോ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പ്രത്യേകിച്ചെങ്കിലും എന്തെങ്കിലും വിശേഷമുണ്ടോ? അതെന്താ? എന്താ പ്രൊഫസറെ ഇങ്ങനെയൊക്കെ ചോദിക്കണത് എന്ന് ചോദിച്ചു. എനിക്കെന്താ ഈ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമോ കാരണമോ വല്ലതും ഉണ്ടാവണോ? വേണി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ, ആഹാ വേണിമോള്, ആഹാ ഇതാരീ വന്നിരിക്കുന്ന? അച്ഛൻ്റെ വേണിമോളാണോ? അപ്പോൾ വേണിമോള് കെട്ടിപ്പിടിച്ച് നിൽക്കുക കേട്ടോ. അച്ഛാ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല അച്ഛാ, അച്ഛനെ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ പാർട്ടി ഓഫീസിലെ അവിടേക്ക് അത്യാവശ്യമായിട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി എന്നാൽ പിന്നെ വേണിമോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വരാതായതുകൊണ്ട് മോക്ക് വേണ്ടിയിട്ട് അച്ഛനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഞാൻ എന്താ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ തിരക്കിനിടയിൽ അച്ഛൻ എന്നാലും എന്നെ കാണാനായിട്ട് ഇവിടെ വരെ വന്നില്ലേ, എനിക്ക് അത് മതി കേട്ടോ എന്ന് പറഞ്ഞു. മഹാദേവൻ ഇങ്ങനെ പരതി നോക്കുകയാണ്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നു പോയില്ലോ, ബാക്കിയുള്ള ടീംസൊക്കെ എവിടെ? ഇവിടെ ഇല്ലേ ആരും എന്ന് ചോദിച്ചു. ആരെയും കാണാനില്ലല്ലോ. അപ്പം മുത്തശ്ശി ദേണ്ട അങ്ങോട്ടേക്ക് വരിക. ആഹാ മുത്തശ്ശിയോ? മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ആദർശേട്ടൻ എവിടെ ഇല്ല, ആദർശേട്ടൻ ബാങ്കിൽ പോയിരിക്കുക എന്ന് പറഞ്ഞു. വേണിമോളെ, അച്ഛനെ വയറിന് നല്ല സുഖമില്ല. അയ്യോ എന്തൊട്ട് പറ്റിയതച്ചാ? ഇയാളുണ്ടല്ലോ, ഈ പിള്ള, ഇയാൾ കാണിച്ചു തന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടാ ഭക്ഷണം, അതുകൊണ്ട് അപ്പം തുടങ്ങിയ അസ്വസ്ഥതയാ. അയ്യോ വയറിനൊരു പൊട്ടലും ചീറ്റലും ഒക്കെ. എന്താ വല്ലാത്തൊരു പിരിപിരിപ്പ്, വല്ലായ്മ. അച്ഛനെ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ശേഖരൻ ആ പുറകിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എടാ മസിൽ മോനെ, നീ എവിടേക്കാടാ ശേഖര? ഞാൻ ബാത്റൂമിൽ പോകുന്ന കൂടെ എൻ്റെ കൂടെ നീയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ അവിടെ എങ്ങാണ് ഇരിക്കൻ്റെ പൊന്നോ, ഇവൻ്റെ ഒരു കാര്യം എൻ്റെ വാലാ ഇപ്പം. ഞാനൊന്ന് പോയിട്ട് വരാം. നന്ദിനി ആ വാഷ്റൂം ഒന്ന് കാണിച്ചു വിട് എന്ന് പറഞ്ഞു മുത്തശ്ശി. വേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ വീടല്ലേ, ഞാൻ തന്നെ പൊയ്ക്കൊള്ളാട്ടോ, എനിക്കാരും വഴി കാണിക്കേണ്ട എന്ന് പറഞ്ഞ് മഹാദേവൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം തന്നെ നമ്മുടെ ശ്യാം സാറിനൊരു ഡൗട്ടുണ്ട്, ഇതെന്തോ ഒരു കെണിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.